സംസാരിക്കുക. അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോഴും വലിയ പാക്കേജുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ് ജനം. അവരുടെ മുൻപിലേക്കായിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത്. കൗതുകകരം കൂടിയാണ്. കാരണം 2 ഹെലികോപ്റ്ററുകൾ ഒരു സ്കൂൾ മൈതാനത്ത് ഒരേ സമയത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. ആദ്യ ഹെലികോപ്റ്ററുകൾ ഇറങ്ങി ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരും മറ്റും മാറിയതിനു ശേഷം ഇപ്പോൾ 2 ഹെലികോപ്റ്ററുകളും ഇറങ്ങി അതിന് കണക്കായ രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിനകത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ സുരക്ഷാ സേന ഉൾപ്പെടെയുള്ള ആൾക്കാരും, രണ്ടാമത്തേതിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ള ആൾക്കാരുമാണ് ഉള്ളത്. ഇവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ ഔദ്യോഗികമായി പാസ് ലഭിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഹെലിപ്പാഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും അദ്ദേഹത്തെ സ്വീകരിക്കും. ഇപ്പോൾ ഈ 2 ഹെലികോപ്റ്ററിനകത്ത് നിന്നും അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, ഗവർണർ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ പുറത്തിറങ്ങും. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രിയുടെ പ്രത്യേക വാഹനം, സുരക്ഷാ വാഹനം ഇപ്പോൾ ഈ ഹെലിപ്പാഡിൽ അകത്തേക്ക്, അതായത് ഹെലികോപ്റ്ററിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുകയും ഈ വാഹനത്തിലേക്ക് കയറുകയും ചെയ്യും. അതോടുകൂടി പിന്നീട് ഈ വാഹന വ്യൂഹങ്ങളെല്ലാം തന്നെ ഈ മേപ്പാടി, അതോടൊപ്പം ചൂരൽമല ഭാഗത്തേക്ക് പുറപ്പെടും. അവിടെ ഈ ബെയിലി പാലം വരെ സന്ദർശനം നടത്തും. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പിലേക്കും അതിനുശേഷം ആശുപത്രിയിലേക്കും പോവുകയും ചെയ്യും. ഏതായാലും ഈ സന്ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാണ്. ഇതുവരെയുള്ള എല്ലാ ഒരുക്കങ്ങളും പെർഫെക്റ്റായി, അല്ലെങ്കിൽ പൂർണ്ണമായും സജ്ജമായ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാഹനം ഹെലികോപ്റ്ററിന്റെ ഏറ്റവും അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഹെലികോപ്റ്റർ പൂർണ്ണമായും ഓഫ് ചെയ്തിരിക്കുന്നു. ഈ വാഹനം എത്തിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള വാഹനമുണ്ട്. ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അതിനകത്തേക്ക് പ്രവേശിക്കുകയും ആ പ്രവേശനത്തിന് ശേഷം ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിനടുത്തേക്ക് പോയി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. പ്രധാനമന്ത്രി നിമിഷങ്ങൾക്കകം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെയും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ആളുകളൊക്കെയും ഹെലികോപ്റ്ററിന് സമീപത്തേക്ക് എത്തുന്നു, അടുത്തേക്ക് ചെന്നെത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. CK സൂചിപ്പിച്ച പോലെ തന്നെ കൗതുകരമായിട്ടുള്ള ദൃശ്യം കൂടിയാണ്. 2 ഹെലികോപ്റ്ററുകൾ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അത് വളരെ അത്രയും ഉചിതമായ രീതിയിൽ തന്നെ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യം ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങി പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ളത്, പിന്നീട് മുഖ്യമന്ത്രിയും ഗവർണറുമുള്ള ഹെലികോപ്റ്ററും വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി അവർ ഹെലികോപ്റ്ററിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് കയറേണ്ടതുണ്ട്. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വയനാടും കേരളവും ഉറ്റുനോക്കുകയാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രി ചേർത്ത് നിൽക്കുക, എങ്ങനെയാണ് അദ്ദേഹം ചേർത്ത് നിർത്തുക, എങ്ങനെയാണ് അദ്ദേഹം ഒപ്പം ചേരുക, ഏതു തരത്തിലാണ് വയനാടിന് കരം നൽകുക, വയനാടിനെ ചേർത്ത് പിടിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി എന്നുള്ളത്, കേന്ദ്രം എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. പതിറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ഒരു പ്രധാനമന്ത്രി വയനാട് മണ്ണിലേക്ക്, ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ആദ്യം ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോൾ ഇരുവരും ഹെലികോപ്റ്ററിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്.